ഏറ്റവും അവസാനം ആർക്കാണ് മെസ്സേജ് അയച്ചത്? ഏറ്റവും അടുത്തൊരു സുഹൃത്തിനാണ് മെസ്സേജ് അയച്ചത്. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ അല്ല, ഈ മീഡിയക്കാർ തന്നെ എന്നെ കൊണ്ട് 4-5 തവണ വിവാഹം കഴിപ്പിച്ച ഒരു ആളായിരുന്നു. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു? തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അത് കാണിച്ചു തന്നാലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. മെസ്സേജ് ഒന്നും ഞാൻ കാണിച്ചു തരാൻ പോകുന്നില്ല, ആളെ കാണിച്ചു തരാം. അപ്പം മെസ്സേജ് കാണിച്ചു തന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നതിന് മുന്നേ ശരിക്കും ആളാരാണ്? ശരിക്കും ആളാരാണെന്നോ? നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അവിടെ വെച്ച് നിർത്തുവാണ്? അവിടെ വെച്ച് നിർത്തുവാണ്. അപ്പൊ മെസ്സേജ് കാണിക്കുന്നില്ല, ഉറപ്പിച്ചതാണ്? തീർച്ചയായിട്ടും. അത്രയായല്ലോ, മതി. ഈ വാർത്തയ്ക്ക് പിന്നിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വാർത്ത ഉണ്ടാവുന്നത്? എന്താണ് ഇതിന്റെ മൊത്തത്തിൽ വിവാഹം നടത്താൻ പോകുന്നതിന്റെ വാർത്ത? അതായത് ഞാൻ ഈ നാട്ടിലൊരു എലിജിബിൾ ബാച്ചിലർ ആയിട്ടാണ് മാധ്യമക്കാരെ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. അത് ഞാൻ അനുപമയായിട്ടൊരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് അനുപമയോട് പ്രേമമാണെന്ന് പറഞ്ഞു. അനുപമ പരമേശ്വരൻ ആൾക്ക് ഏറ്റവും നല്ല സുഹൃത്താണ്, സിനിമയിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ മീനാക്ഷി ആയിട്ട് 2 ഫോട്ടോ, അല്ലെങ്കിൽ ദിലീപ് അങ്കിളായിട്ട് ഞാൻ 2 ഫോട്ടോ ഇട്ടപ്പോഴോ കാവ്യ ചേച്ചിയുടെ ഫോട്ടോ ഇട്ടപ്പോഴോ ഉടനെ മീനാക്ഷി എൻ്റെ കല്യാണം ഉറപ്പിച്ച് 2-3 വർഷം ഈ കാര്യം പോയി. ഇപ്പതാ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളല്ല ഞാൻ. എൻ്റെ ലൈഫിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് ഒരു കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു ആളാണ് സെലീനായിട്ട് ഞാൻ സെലീൻ്റെ ഒരു ബർത്ത്ഡേ വിഷ് ഇട്ടപ്പോഴത്തേക്ക് ഓക്കെ അണ്ടർസ്റ്റാൻഡ് വാസ് എ ബിറ്റ് ഓവർ ദ ടോപ്പ്. പക്ഷേ എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ്സ് ആണ് ഞാൻ എക്സ്പ്രസ് ചെയ്തത്. ആൻഡ് അങ്ങനെ ഒരെണ്ണം ഇട്ടപ്പോഴത്തേക്ക് ഉടനെ സുരേഷ് ഗോപിയുടെ മകൻ്റെ വിവാഹം ഉറപ്പിച്ചു. എൻ്റെ വീട്ടുകാർ ആദ്യം ഒന്ന് തീരുമാനിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ അതിലോട്ട് എത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചോളാം ഞാൻ. ഏട്ടനെ നിർത്തി അനിയനെ കല്യാണം കഴിപ്പിക്കുന്നത് ശരിയല്ല എന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വിചാരമുണ്ടെങ്കിലും എൻ്റെ ചോദ്യം, സോ യു സിംഗിൾ റെഡി ടു മിംഗിൾ? ഐ എം സിംഗിൾ, ഡെഫിനറ്റ്ലി നോട്ട് റെഡി ടു മിംഗിൾ. എന്തുകൊണ്ടാന്നുള്ള സംശയം സ്വാഭാവികമായും എനിക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നോ? ഞാൻ ജീവിച്ച് പൊയ്ക്കോട്ടെ, എന്നെ തന്നെ നോക്കി പോരെ. മറ്റൊരാളെ നോക്കാനുള്ള ഒരു മാനസിക പക്വതയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്നാണോ? മറ്റൊരാളെ നോക്കാനുള്ള ഒരു മാനസിക പക്വതയിൽ എത്തുമ്പോഴത്തേക്കും, അതിലോട്ട് എത്തുന്ന സമയത്ത് അന്ന് കണ്ടുമുട്ടുന്ന ഒരാൾ ചിലപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ആ ഒരു മാനസികാവസ്ഥയിലൂടെ ഞാനും എത്തുമ്പോഴത്തേക്കും ആ ഒരു സെക്യൂരിറ്റി ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും ലൈഫിൽ ആ ഒരു സ്റ്റേജിലോട്ട് ഞാൻ പോകും. അതുവരെ ഞാൻ എന്നെ തന്നെ ഒന്ന് റെഡിയാക്കിക്കോട്ടെ. ജീവിതത്തിൽ കുറേ അധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കിടപ്പുണ്ട്. സോ ഓക്കെ. വിയേർഡ് സെൽഫി വിത്ത് ഫാമിലി ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സെൽഫി കാണുമോ? പിന്നെ കണ്ടു കഴിയുമ്പോൾ വിയേർഡ് സെൽഫി വിത്ത് വൺ ഫാമിലി മെമ്പർ എനിക്ക് പറയാൻ പറ്റും. അത് ഇപ്പം എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ എടുത്തു തരാൻ പറ്റും. സോറി ബാഗി. ഇത് നമ്മുടെ ഒരു ചേട്ടസ്ഥാനമുള്ള ഒരാളുണ്ട്. അച്ഛൻ്റെ കസിനാണ്, നമ്മൾ അങ്കിൾ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ എൻ്റെ ചേട്ടനേക്കാൾ 1 വയസ്സ് മൂത്തയാണ്, അഡ്വക്കേറ്റ് വിഷ്ണു കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ മോളുടെ 1st, 2nd ബർത്ത്ഡേക്ക് നമ്മൾ പോയപ്പോഴത്തേക്കും റാൻഡമായിട്ട് ഞാൻ ചേച്ചിയായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്.